ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വാട്ടർ മെട്രോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തു. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അത് നമുക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആക്കാം എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇൻഫോ പാർക്കിനടുത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് കാക്കനാട് ടു വൈറ്റില ആ ഒരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ സ്റ്റേഷനിലെത്തി. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടെർമിനലിൻ്റെ പരിസരമൊക്കെ കുറച്ചൊന്ന് മെയിൻ്റനൻസ് ഇല്ലാതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പം നമ്മൾ ഒരു സ്റ്റേഷനുള്ളിലേക്ക് കടക്കുവാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ GPay അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ 40 റുപ്പീസാണ് കൊടുത്തത്. വൈറ്റില വരെയാണ് കാക്കനാട് നിന്ന് ഇപ്പോൾ ഉള്ള സർവീസ്. അപ്പോൾ നമുക്കൊരു ATM കാർഡ് പോലൊരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് ഇത് കിട്ടുന്നത്. പിന്നെ അവിടെ തന്നെ നമുക്ക് എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, ഫോളോ ചെയ്യാത്തത് എല്ലാം അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജാൻജുവിനും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒരു കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അവിടെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സും ഉണ്ട്. അവരെ നമ്മൾ ഗൈഡ് ചെയ്തിട്ട് അവർ നമ്മളെ കറക്റ്റായിട്ട് ചെന്നിട്ട് പിന്നെ അവിടെ ചെറിയൊരു ക്യൂ ആണുള്ളത്. അപ്പോൾ നമ്മൾ പോയതൊരു ആഫ്റ്റർനൂൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ 140ക്കുള്ള വാട്ടർ മെട്രോ ആണ് ഇന്ന് നമുക്കുള്ളത്. അപ്പം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവരിങ്ങനെ ആൾക്കാരെ കയറ്റിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം നമ്മളങ്ങനെ ഫൈനലി ഇന്ന് അതിൽ കയറാൻ പോവുകയാണ്. അപ്പം വന്നിട്ട് ഇതൊരു 1 ഇയറോളമായി ഇത് ഇപ്പോൾ ഇവിടെ ഫംഗ്ഷനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇതുവരെ അതിലോട്ട് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളതായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് വിഷ്ണു പൊന്നും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പോയതാണ്. കളേഴ്സും ആ ഒരു ഇതെല്ലാം നല്ല സെറ്റപ്പാണ്. നല്ല ഗ്രാൻഡായിട്ടാണ് എല്ലാം ഫീല്. സീറ്റിങ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഡോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് സെൻസർ ഡോസാണ്. പിന്നെ സീറ്റാണ് എസ്പെഷ്യലി ആ ഒരു കളറ്, ആ ഒരു ഗ്രീനിൻ്റെ തന്നെയുള്ളൊരു കളറും നല്ല നീറ്റാണ്. അവിടെ ഒരു വേസ്റ്റുകളോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റോ അതല്ല പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമായിട്ട് നല്ല അടിപൊളി നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ലുക്കായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരു വിൻഡോ സീറ്റ് ആദ്യം നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേന് നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ഫാമിലി നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു സീറ്റ് നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് തന്നു. സോ അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സുമായി നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കിന്. അപ്പോൾ ജാൻജുന് ഭയങ്കര ഹാപ്പിയായി. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല വലിയ നല്ല വിടത്തിലുള്ള വിൻഡോസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വ്യൂസും നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പം വാട്ടർ മെട്രോയുടെ എല്ലാ റൂട്ടും ഇതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് അതായത് വൈറ്റില ടു കാക്കനാട് വരുന്ന ഒരു വാട്ടർ മെട്രോയും നമുക്ക് വഴി കിട്ടുന്നുണ്ടായിരുന്നു. സോ ആ ഒരു വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഈ വൈറ്റില ടു കാക്കനാട്, അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിൻ ടു ഹൈക്കോട്ട്, സൗത്ത് ചിറ്റൂർ ടു ഹൈക്കോട്ട്, ഈ എല്ലാ വ്യൂസും നല്ല നല്ല രസമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു റൂട്ടെന്ന് പറയുമ്പോഴത്തേന് കുറേയും കൂടെ നല്ല ചീനവലകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നല്ല കാടുകൾ പോലെയും എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വാട്ടർ മെട്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. ഏഷ്യയിലെ ഇത്രയും വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബോട്ട് മെട്രോയും നമ്മുടെ ഈ കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ സംവിധാനങ്ങളാണ്. അപ്പം 7 മണി മുതൽ മോർണിംഗ് 7 o'clock തൊട്ട് 8 PM വരെയാണ് സർവീസ് വരുന്നത്. ഇവിടെ ഇപ്പോൾ കാക്കനാട് ടു വൈറ്റില ആ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് 27 ട്രിപ്സ് ആണുള്ളത്. 40 minutes ആണ് ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം വൈറ്റില എത്താനായി. ഇപ്പോൾ വൈറ്റിലയിൽ നിന്നും ശരിക്കും കാക്കനാടോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഈ ട്രാഫിക്കൊക്കെ കുറച്ചിട്ട് വൈറ്റിലയിൽ നിന്നൊക്കെ കണക്ട് ബസ്സിന് വരുന്നതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വൈറ്റില എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് ജാക്കറ്റ് എല്ലാം നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റിലയിൽ ഇപ്പോൾ ഇറങ്ങുവാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ടിക്കറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് തന്നെ വെച്ച് സ്വൈപ്പ് ഔട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ട് വേറെ ടിക്കറ്റ് എടുത്ത് ഇനി തിരിച്ചു വരണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതൊക്കെ റൂട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാട്ടർ മെട്രോയുടെ ചാർജ് മിനിമം 20 റുപ്പീസും മാക്സിമം 40 റുപ്പീസും ആണ്. പിന്നെ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി പാസ്സൊക്കെ അവൈലബിൾ ആണ്. ഈ ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 180 റുപ്പീസ് വീക്കിലിയും മന്ത്ലി വരുന്നത് 600 റുപ്പീസുമാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഫീഡർ ബസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സോ ഫീഡർ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോയിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം അവൈലബിൾ ഇവിടെ നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ മെട്രോ ടു ഇൻഫോ പാർക്ക് നമ്മുടെ ഫീഡർ ബസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഈ വാട്ടർ മെട്രോയിൽ തന്നെ കൊണ്ട് ഡ്രോപ്പ്
ഫീഡർ ബസ്സിൻ്റെ മിനിമം റേറ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ വന്നെത്തിയപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിന്. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇവിടെ ഒരു യാത്ര എൻഡ് ചെയ്യുവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗൈസ്. ബൈ ബൈ.